എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോകത്ത് ഏറ്റവും വലിയ ട്രേഡിംഗ് മാർക്കറ്റായ ഫോറക്സ് ട്രേഡിംഗിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെ തുടങ്ങാം, ഇത് സേഫ് ആണോ, എത്ര ലാഭം കിട്ടും ഇതിൽ നിന്ന് എന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സോ വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ്? ആദ്യം നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്ന് നോക്കാം. ഫോറക്സ് എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് എന്നതിന്റെ ഷോർട്ട് ഫോമാണ് ഫോറക്സ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ USD/INR എന്ന പെയർ കണ്ടിട്ടുണ്ടാവും. ഇത് ഡോളർ വേഴ്സസ് ഇന്ത്യൻ രൂപയാണെന്നാണ് അർത്ഥം. ഡോളർ വില ഉയരും അല്ലെങ്കിൽ രൂപയുടെ വില കുറയും. അതായത് കറൻസി റേറ്റിന്റെ മാറ്റം ഉപയോഗിച്ച് പ്രോഫിറ്റ് എടുക്കുന്ന മാർക്കറ്റാണ് ഫോറക്സ്. ഫോറക്സ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ദിവസേന ഇവിടെ ഏകദേശം $7 ട്രില്യൺ വരെയാണ് ട്രേഡ് നടക്കുന്നത്. ഇത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. കാരണം ഓരോ സമയത്തും വേറെ രാജ്യങ്ങളുടെ മാർക്കറ്റ് തുറന്നിരിക്കും. ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ, സിഡ്നി ഈ 4 സെക്ഷനുകളാണ് പ്രധാനമായത്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പോലെ സമയം കൊണ്ടുള്ള നിയന്ത്രണം ഇവിടെ ഇല്ല. ഫോറക്സ് ട്രേഡിംഗിൽ ട്രേഡ് ചെയ്യുന്നത് കറൻസി പേയേഴ്സ് ആണ്. ഉദാഹരണത്തിന് EUR/USD, സ്റ്റെർലിംഗ് പൗണ്ട്/ജാപ്പനീസ് yen, USD/INR തുടങ്ങിയവ. ഇവയിൽ ആദ്യ കറൻസി ബേസ് കറൻസിയായും രണ്ടാമത്തത് കോട്ട് കറൻസിയായും വിളിക്കുന്നു. ഉദാഹരണത്തിന് EUR/USD = 1.10. അതിനർത്ഥം €1 = $1.10 എന്നതാണ്. നിങ്ങൾക്ക് യൂറോ വില കൂടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബൈ ചെയ്യുക, വില കുറയുമെന്ന് തോന്നിയാൽ സെൽ ചെയ്യുക. അങ്ങനെ ലാഭം കിട്ടുന്നത് പെയറിന്റെ മൂല്യത്തിനുള്ള ചെറിയ മാറ്റങ്ങളിൽ നിന്നാണ്. ഹൗ ടു സ്റ്റാർട്ട് ഫോറക്സ് ട്രേഡിംഗ്? സ്റ്റെപ്പ് 1, വിശ്വാസയോഗ്യമായ ഒരു ഫോറക്സ് ട്രേഡറിനെ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് HM, HNES, IC മാർക്കറ്റ്സ്, FHTM തുടങ്ങിയവർ. എപ്പോഴും റെഗുലേറ്റഡ് ബ്രോക്കർ ആണെന്ന് ഉറപ്പാക്കണം. സ്റ്റെപ്പ് നമ്പർ 2, ഒരു ഡെമോ അക്കൗണ്ട് തുറന്ന് പ്രാക്ടീസ് തുടങ്ങുക. സ്റ്റെപ്പ് നമ്പർ 3, പിന്നീട് ചെറിയ ലൈവ് അക്കൗണ്ട് തുറന്ന് ചെറിയൊരു തുക കൊണ്ട് റിയൽ ട്രേഡിംഗ് പരീക്ഷിക്കുക. ഫോറക്സ് മാർക്കറ്റിൽ ഹൈ റിസ്ക് ഉണ്ട്, അതുകൊണ്ട് പ്രോപ്പർ നോളജ് ഇല്ലാതെ പണം നിക്ഷേപിക്കരുത്. ഫോറക്സിൽ ചിലർ വേഗം ലാഭം കാണും, ചിലർക്ക് പെട്ടെന്ന് നഷ്ടവും നേരിടും. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിസ്ക് മാനേജ്മെന്റ്. സോ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഉപയോഗിക്കുക. ഒരേ ട്രേഡിൽ മുഴുവൻ പണം വെക്കരുത്. 1:2 അല്ലെങ്കിൽ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ പാലിക്കുക. പ്രോപ്പർ പ്ലാനിംഗ് കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. സോ ഗൈസ്, ഫോറക്സ് ട്രേഡിംഗിൽ പെട്ടെന്ന് പണം നേടാനുള്ള മാർഗമില്ല. ഇതൊരു സ്കിൽ ബേസ്ഡ് ഗെയിമാണ്. പഠിച്ചു പ്രാക്ടീസ് ചെയ്ത് നിയന്ത്രണത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഇവിടെ വിജയിക്കാനാകൂ. ഇങ്ങനെയുള്ള കൂടുതൽ ട്രേഡിംഗ് ഫിനാൻസ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.